ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓണം സീരീസിൻ്റെ രണ്ടാമത്തെ റെസിപ്പിയാണ് ശർക്കര വരട്ടി. നമ്മുടെ സദ്യയിൽ ഒഴിവാക്കാനാവാത്ത ഒരു ഐറ്റമാണ് ഈ ഒരു ശർക്കര വരട്ടി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ശർക്കര വരട്ടി തയ്യാറാക്കാനായിട്ട് ഞാൻ 1 കിലോ അളവിൽ വാഴയ്ക്കാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമ്മളൊന്ന് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ തൊലിയൊക്കെ കളഞ്ഞ് ഉപ്പ് വെള്ളത്തിലിടുന്ന ആ ഒരു വീഡിയോയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇന്നലെ ഇട്ടിട്ടുള്ള വാഴയ്ക്ക ചിപ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കിയാൽ മതിയാവും. ഇനി നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ഉപ്പ് വെള്ളത്തിലിട്ടതിന് ശേഷം നമുക്ക് വാഴയ്ക്ക ഓരോന്നായിട്ട് എടുത്ത് ആദ്യം നമുക്ക് ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ കുറച്ചൊന്ന് കനത്തിൽ ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അത്യാവശ്യം എല്ലാ പീസസും ഒരേ കനത്തിൽ വരത്തക്ക രീതിയിൽ വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അത്യാവശ്യം കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു സൈസിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഈ ഒരു കനത്തിൽ വരത്തക്ക രീതിയിൽ വേണം എല്ലാ വാഴയ്ക്കയും ഒന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള വാഴയ്ക്കെല്ലാം തന്നെ നമുക്ക് ഉപ്പ് വെള്ളത്തിലിട്ടതിന് ശേഷം നന്നായിട്ട് ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് തിരുമ്മി ഒന്ന് കഴുകിയെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് വാഴയ്ക്കയുടെ കറയൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഉപ്പ് വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം വീണ്ടും ഒരിക്കൽ ഉപ്പില്ലാത്ത നല്ല വെള്ളത്തിലൊന്ന് കഴുകിയതിന് ശേഷം വെള്ളം മാറാനായിട്ട് ഈ അരിപ്പയിലേക്കൊന്ന് വെക്കാം. അരിപ്പയിൽ വെച്ച് വെള്ളം നല്ലതുപോലെ ഒന്ന് മാറ്റിയതിന് ശേഷം വേണം നമ്മളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമ്മൾ വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുള്ള വാഴയ്ക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. വാഴയ്ക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് വരണം. ഈ ഒരു രീതിക്ക് വേണം എണ്ണയുടെ ചൂട് ആയിരിക്കേണ്ടത്. ആവശ്യത്തിനുള്ള വാഴയ്ക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. നമുക്കിതുപോലെ ഇളക്കി കൊടുത്തൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരേക്കും നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ക്ഷമയോടെ വേണം ഇതൊന്ന് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു ബാച്ച് ചെയ്തെടുക്കാനാണ് ഏകദേശം 20 മിനിറ്റോളം ആവുന്നത്. അപ്പോൾ ആ ഒരു സമയം എടുത്ത് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ശർക്കര വരട്ടി ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റോളം ആയപ്പോഴത്തേക്കും നമ്മുടെ എണ്ണയുടെ പതയൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വാഴയ്ക്കയുടെ പുറം ഭാഗം അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ നമ്മളിത് ഒരെണ്ണം ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ നടുഭാഗം വെന്തതുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. നമുക്ക് ആ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഒരു 10 മിനിറ്റോളമെങ്കിലും ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ ഇടയിൽ നമ്മൾ തീയൊന്നും കൂട്ടി കൊടുക്കാനൊന്നും പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാഴയ്ക്ക കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. നമുക്കൊരു 15 മിനിറ്റോളൊക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം 1/4 ഭാഗത്തോളവും എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞ് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരും. ഇനി നമുക്ക് കുറച്ചുകൂടെ എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞ് വരാനായിട്ടുണ്ട്. എണ്ണയുടെ പത നല്ലതുപോലെ ഒന്ന് കുറഞ്ഞിട്ട് വേണം നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാനായിട്ട്. അപ്പോഴും മാത്രമേ നമുക്ക് ഉൾഭാഗവും പുറം ഭാഗവും ഒക്കെ നല്ലതുപോലെ ക്രിസ്പി ആയിട്ടുള്ള രീതിക്ക് വാഴയ്ക്കൊന്ന് വറുത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനെ ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ശർക്കര വരട്ടി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു സമയം നമുക്കിനി എണ്ണയിൽ നിന്ന് വാഴയ്ക്കെല്ലാം തന്നെ ഒന്ന് കോരി മാറ്റാം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വാഴയ്ക്കും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് ഒരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റാം. വാഴയ്ക്ക് നന്നായിട്ട് തണുത്തിട്ട് വേണം നമ്മൾ അടുത്ത് ശർക്കര വരട്ടി ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ ശർക്കര ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ച് 1 കപ്പ് അളവിൽ എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ശർക്കര ഒന്ന് ഉരുകി വരാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 2 സ്പൂൺ അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്ത് നമുക്ക് ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ശർക്കരയിൽ ഒരുപാട് പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശർക്കര ഒന്ന് ഉരുക്കി ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം വീണ്ടും നമ്മൾ ശർക്കര വരട്ടി തയ്യാറാക്കാൻ വേണ്ടി ഇതൊന്ന് തിളപ്പിച്ച് എടുക്കാനായിട്ട്. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് നമുക്ക് ശർക്കര ഒന്ന് മാറ്റിയിട്ട് നമ്മൾ ഏത് പാനിലാണോ ശർക്കര വരട്ടി തയ്യാറാക്കാനായിട്ട് പോകുന്നത് ആ പാനിലേക്കൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു പാനിൽ ശർക്കര ഒന്ന് അരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് എടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് പതഞ്ഞൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്യണം. കറക്റ്റായിട്ടുള്ളൊരു
പരുവത്തിലായാൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പരുവം എന്ന് പറയുന്നത് നമ്മളിതുപോലെ ശർക്കര ഒരല്പം ഒന്ന് തൊട്ടതിന് ശേഷം നമ്മൾ 2 വിരലുകൾക്കിടയിൽ ആക്കിയതിന് ശേഷം വിരലൊന്ന് അകത്തുമ്പോഴത്തേക്ക് നമുക്കിതുപോലൊരു നൂൽ പരുവത്തിൽ വരണം. അപ്പോൾ ഈ ഒരു ഒറ്റനൂൽ പരുവത്തിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള വാഴയ്ക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു പരുവത്തിലായതിനു ശേഷം നമുക്ക് 1 മിനിറ്റ് കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള വാഴയ്ക്ക് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ വാഴയ്ക്കയിലും നല്ലതുപോലെ ഈ ഒരു ശർക്കര ഒന്ന് കോട്ടായി വരണം. ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ നല്ലതുപോലെ ഒന്ന് കോട്ടായി വന്നിട്ടുണ്ട്. ശർക്കര നന്നായിട്ടൊന്ന് കോട്ടായി വന്നതിന് ശേഷം നമുക്ക് പിന്നെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ പഞ്ചസാരയും 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും 1 ടീസ്പൂൺ അളവിൽ ചുക്കുപൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ജീരകം പൊടിച്ചതും 3 സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് കൈ എടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടിക്കോളും. ഒരു 5 മിനിറ്റോളം നമ്മൾ ഇതൊക്കെ ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റോളം ഒന്ന് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോഴത്തേക്കും നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നോളും. ഇനി അരിപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കാനായിട്ട് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാവുന്നതാണ്. അരിപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടിക്കോളും. അരിപ്പൊടി ചേർത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ സമയം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോഴേ മാത്രമേ നമുക്ക് ശർക്കര വരട്ടിയുടെ ആ ഒരു കൺസിസ്റ്റൻസിയിലായി വരുള്ളൂ. അപ്പം നമ്മൾ എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു 5 മിനിറ്റോളമൊക്കെ ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും നമുക്ക് ശർക്കര വരട്ടിയുടെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ആയി കിട്ടിക്കോളും. അപ്പോൾ എന്തായാലും ഈ ഓണത്തിന് ശർക്കര വരട്ടി ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.